റഷ്യൻ സൈന്യത്തിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരെ മോചിപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്തിയ ചർച്ചയിലാണ് ഈ നിർണായകമായ തീരുമാനമുണ്ടായത്. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. വീണ്ടും ബൽറാം, വിശദാംശങ്ങൾ. SKN ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു വാർത്തയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ പുറത്തു വരുന്നത്. റഷ്യൻ സൈന്യത്തിലേക്ക് ഇന്ത്യക്കാരെ റിക്രൂട്ട് ചെയ്തത് വലിയ വിവാദങ്ങൾക്കും ആശങ്കകൾക്കും വഴിവെച്ചിരുന്നു. സൈനിക സഹായികൾ എന്ന പേരിൽ ചില ഇന്ത്യക്കാർ തന്നെ നടത്തിയ റിക്രൂട്ട്മെന്റ് വഴിയാണ് ഈ നിരവധി ഇന്ത്യക്കാർ റഷ്യയിലെത്തുകയും തുടർന്ന് ഇവരെ യാതൊരു മതിയായ പരിശീലനവും നൽകാതെ യുക്രൈനുമായി യുദ്ധം നടക്കുന്ന സംഘർഷ മേഖലയിലേക്ക് അയക്കുകയും അവിടെ വെച്ച് ഇതിൽ പലർക്കും പരിക്കേൽക്കുകയും ചെയ്തത്. മടങ്ങി വരവിനായി ഇവരുടെ കുടുംബം കേന്ദ്ര സർക്കാരിനെ പലതവണ സമീപിച്ചിരുന്നു. ഇവർക്ക് പരിക്കേറ്റതും മറ്റുമായ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഈ ഒരു സന്ദർശനത്തിന് തൊട്ടു പിന്നാലെയാണ് ഇവരെ എല്ലാവരെയും തന്നെ മോചിപ്പിക്കാനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോസ്കോയിൽ എത്തി. അതിനുശേഷം റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയ ഘട്ടത്തിലാണ് ഈ വിഷയവും ഇന്ത്യ ഉന്നയിച്ചത്. തുടർന്നാണ് ഇവരെ ഉടൻ തന്നെ മോചിപ്പിക്കാമെന്നും ഇന്ത്യയിലേക്ക് തിരികെ അയക്കാമെന്നുമുള്ള ഉറപ്പ് റഷ്യ നൽകിയിരിക്കുന്നത്. ഉടൻ തന്നെ അതിന് ഔദ്യോഗിക തലത്തിലുള്ള നടപടികൾ ആരംഭിക്കും. നേരത്തെ തന്നെ വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം സംബന്ധിച്ച് റഷ്യൻ അധികൃതരുമായി ആശയവിനിമയം നടത്തിയിരുന്നു. 22ാമത് ഇന്ത്യ റഷ്യ ഉച്ചകോടിക്ക് വേണ്ടിയാണ് പ്രധാനമന്ത്രി 2 ദിവസത്തെ സന്ദർശനത്തിനായി റഷ്യയിലെത്തിയിരിക്കുന്നത്. അനൌദ്യോഗികമായി ഉച്ചകോടിക്ക് മുമ്പായുള്ള കൂടിക്കാഴ്ചയാണ് നടന്നത് കഴിഞ്ഞ ദിവസം. ഇന്ന് ഈ ചർച്ചകൾ ഉച്ചകോടി ഔദ്യോഗികമായി ആരംഭിക്കും. SKN. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി.